ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പേഴ്സണലി ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ യൂട്യൂബിൻ്റെ ചില റൂൾസ് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കുന്നത്. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി ബോറടിക്കണ്ട. നിങ്ങൾ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് കണ്ണടച്ച് കേട്ടോ. എനിക്കിപ്പോൾ ഫേസ് കാണിക്കാതെ വേറെ നിവൃത്തിയില്ല. കാരണം യൂട്യൂബിൻ്റെ പല റൂൾസ് മാറി മാറി വരുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ അടുത്ത യാത്ര എന്നെ ഇത്തരമൊരു കടങ്കഥയ്ക്ക് നടുവിലെത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് പ്രയാസമേറിയതെന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ നീതി, സത്യം, ദയ എന്നിവയുടെ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ നിർബന്ധിതനാക്കുകയും ചെയ്തു. ഞാൻ ഹെർക്യൂൽ പെയ്റോട്ടാണ്. ഇതിനു മുമ്പും പല രഹസ്യങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും ചുരുളഴിക്കുന്നത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ആ ട്രെയിനിൻ്റെ ഉള്ളിൽ നടന്നത് എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും വിചിത്രവും അസാധാരണവും ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്നതുമായിരുന്നു. ഈ സംഭവം ശൈത്യകാലത്തെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഇസ്താൻബൂളിൽ നിന്നും കാലിസിലേക്ക് പോകുന്ന അതിമനോഹരമായ ട്രെയിനായ ഓറിയൻ്റ് എക്സ്പ്രസ്സിലെ യാത്രക്കാരനായിരുന്നു. ഈ ട്രെയിനിൻ്റെ പേര് തന്നെ യൂറോപ്പിലൊരു സ്വപ്നം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ആശ്വാസം, പ്രതാപം, അന്താരാഷ്ട്ര യാത്രക്കാരുടെ തിരക്ക് എന്നിവ ഇതിനെ ഒരു സഞ്ചരിക്കുന്ന കൊട്ടാരമാക്കി മാറ്റുന്നു. ഞാൻ ഇതിനു മുമ്പും ട്രെയിൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ യാത്ര കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഒരുപക്ഷെ പ്രകൃതി തന്നെ ഈ കഥയിലെ ഒരു കഥാപാത്രമായി മാറിയതുകൊണ്ടാകാം. ചുറ്റും മഞ്ഞും തണുപ്പും ലോകത്തെ മുഴുവൻ വെള്ളയും ശാന്തവുമാക്കി മാറ്റിയിരുന്നു. ആ നിശബ്ദതയ്ക്ക് നടുവിലാണ് ഒരു കൊലപാതകം ഈ സമാധാനത്തെ തകർത്ത് കളഞ്ഞത്. ആ സമയത്ത് ഞാൻ സിറിയയിലെ ഒരു കേസ് തീർപ്പാക്കി ഇസ്താംബൂളിൽ തിരിച്ചെത്തിയതായിരുന്നു. കുറച്ച് ദിവസം വിശ്രമിക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്നാൽ പെട്ടെന്ന് എനിക്ക് ബ്രസൽസിൽ നിന്നും ഒരു ടെലഗ്രാം ലഭിച്ചു. അതിലെഴുതിയിരുന്നത് ഞാൻ എത്രയും വേഗം അവിടെ എത്തണമെന്നായിരുന്നു. ടെലഗ്രാമിലെ വാക്കുകൾ ഔദ്യോഗികമായിരുന്നുവെങ്കിലും ആവശ്യത്തിൻ്റെ അടിയന്തരത വ്യക്തമായിരുന്നു. അടുത്ത ട്രെയിനിൽ തന്നെ യൂറോപ്പിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഓറിയൻ്റ് എക്സ്പ്രസ് ഈ സമയത്ത് അവിടെ നിന്നും പുറപ്പെടുന്നുണ്ടെന്നും അത് ഏറ്റവും വേഗതയേറിയതും സൗകര്യപ്രദവുമായ മാർഗവുമായിരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ട്രെയിനിൽ ബുക്കിംഗ് കിട്ടുക എളുപ്പമായിരുന്നില്ല. ഡിസംബർ മാസമായിരുന്നു. യാത്രക്കാർ പലയിടങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഓറിയൻ്റ് എക്സ്പ്രസ് കമ്പനിയിലെ ഡയറക്ടറായിരുന്ന എൻ്റെ പരിചയക്കാരൻ മോൺസിയർ ബൂക്ക് എന്നെ സഹായിച്ചതുകൊണ്ട് എനിക്കൊരു ക്യാബിൻ ലഭിച്ചു. ബൂക്ക് ഉത്തരവാദിത്തമുള്ളവനും സത്യസന്ധനുമായ വ്യക്തിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് കൂടുതൽ സന്തോഷകരമായിരിക്കും. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രതാപം നോക്കി. തിളങ്ങുന്ന ചുവപ്പും സ്വർണ്ണ നിറമുള്ള ബോഗികളുടെ നീണ്ട നിര മഞ്ഞുമൂടിയ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും രക്തം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. യാത്രക്കാർ അവരവരുടെ സാധനങ്ങളുമായി കയറുന്നു. ചിലരുടെ മുഖത്ത് ആവേശം തിളങ്ങുന്നുണ്ടായിരുന്നു. ചിലർ തളർച്ച കൊണ്ട് തളർന്നിരിക്കുന്നതായി തോന്നി. ആ തിരക്കിലും എനിക്ക് വിവിധ വർണ്ണങ്ങളിൽപ്പെട്ടവരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത സ്വഭാവക്കാരുമായ ആളുകളെ കാണാൻ കഴിഞ്ഞു. ഇതായിരുന്നു ഈ ട്രെയിനിൻ്റെ പ്രത്യേകത. ഇതൊരു യാത്രാമാർഗം മാത്രമല്ലായിരുന്നു, മറിച്ച് യൂറോപ്പ് മുഴുവനും അതിൽ കയറിയതുപോലെ തോന്നി. ഞാൻ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു. ക്യാബിനിൽ ശുചിത്വവും സൗകര്യവും പൂർണ്ണമായും ശ്രദ്ധിച്ചിരുന്നു. മൃദുവായ മെത്തകൾ, എല്ലാവിധ ആഡംബരങ്ങളും. അവിടെ വച്ചാണ് ഈ കഥയിൽ എനിക്ക് രഹസ്യത്തിൻ്റെ ചരടുകളായി മാറാൻ പോകുന്ന ആ മുഖങ്ങളെ ആദ്യമായി കാണാൻ അവസരം ലഭിച്ചത്. ആദ്യം എൻ്റെ നോട്ടം ഒരു അമേരിക്കക്കാരനിലാണ് പതിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുഖം കടുപ്പമുള്ളതായിരുന്നു, എപ്പോഴും ജാഗ്രത പാലിക്കുന്നത് പോലെ. പ്രായം 50-ന് മുകളിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആജ്ഞാപിക്കുന്ന സ്വരവും കണ്ണുകളിൽ അസ്വാഭാവികമായ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ റാച്ചറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം എന്നോട് ചില ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരുക്കം ഭാവം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അയാൾ ആരോടോ ഭയപ്പെട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എപ്പോഴും കാവലിൽ ഇരിക്കുന്നത് പോലെ തോന്നി. പിന്നീട് ഞാനൊരു പ്രായമായ അമേരിക്കൻ സ്ത്രീയെ കണ്ടു, മിസ്സിസ് ഹബ്ബാർഡ്. അവർ വളരെയധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവരുടെ മുഖത്ത് ജിജ്ഞാസയും നിഷ്കളങ്കതയും ഒരുപോലെ നിഴലിച്ചു. തനിക്ക് ഏകാന്തത ഇഷ്ടമല്ലെന്നും എല്ലാവരോടും സംസാരിച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. അവർ തൻ്റെ മക്കളെക്കുറിച്ചും വീടിനെക്കുറിച്ചും അമേരിക്കയിലെ വിശേഷങ്ങളെക്കുറിച്ചും എന്നോട് പറയാൻ തുടങ്ങി. മറ്റൊരു യാത്രക്കാരൻ എൻ്റെ ശ്രദ്ധയാകർഷിച്ചു.
മിസ് മേരി ഡെബൻഹാം. അച്ചടക്കത്തിൻ്റെയും സംയമനത്തിൻ്റെയും മുദ്രയുള്ള ഒരു ഇംഗ്ലീഷ് യുവതി. അവരുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവർ തൻ്റെ വികാരങ്ങൾ ഉള്ളിലൊതുക്കുന്നവളാണെന്ന് എനിക്ക് തോന്നി. അവരുടെ കൂടെ ഒരു ഇംഗ്ലീഷ് സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ അർബത്ത് നോട്ടുമുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം മര്യാദ പാലിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവരുടെ കണ്ണുകളിൽ പരസ്പരം എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. യാത്രക്കാരിൽ ഒരു റഷ്യൻ പ്രിൻസസ് ഡ്രാഗോ മിറോഫും ഉണ്ടായിരുന്നു. പ്രായമായ കടുപ്പമേറിയതും സ്വാധീനമുള്ളതുമായ വ്യക്തിത്വം. അവരുടെ മുഖത്ത് വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കണ്ണുകളിൽ അധികാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആഴമുണ്ടായിരുന്നു. അവരുടെ കൂടെ അവരുടെ വേലക്കാരിയായ ഹിൽഡഗാർഡും ഉണ്ടായിരുന്നു. അവർ പൂർണ്ണമായും തൻ്റെ യജമാനത്തിയെ സേവിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. മറ്റൊരു യാത്രക്കാരൻ എന്നെ ആകർഷിച്ചു. ഇറ്റലിക്കാരനായ ആന്റോണിയോ. അദ്ദേഹത്തിൻ്റെ മുഖം ഉത്സാഹവും ഊർജ്ജസ്വലതയും നിറഞ്ഞതായിരുന്നു. അദ്ദേഹം എപ്പോഴും പുഞ്ചിരിക്കുകയും കൈകൾ ചലിപ്പിച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കുകയും ചെയ്തു. അതേസമയം മറ്റൊരു യാത്രക്കാരിയായ സ്വീഡനിലെ ഗ്രേറ്റ ഓൾഡൻ ഇതിന് നേർ വിപരീതമായിരുന്നു. അവർ സൗമ്യതയുടെയും ശാന്തതയുടെയും പ്രതീകമായി തോന്നി. ജർമ്മൻ ഡോക്ടറായ ഹെൻറിക് ഹാർഡ്മാൻ, ഗ്രീക്ക് ഡോക്ടറായ കോൺസ്റ്റാന്റിനോസ്, ഹംഗറിയിലെ കൗണ്ടസ് ഹെലന ആൻഡ്രേനി എന്നിങ്ങനെ മറ്റു പല യാത്രക്കാരുമുണ്ടായിരുന്നു. എല്ലാവരും ഒരേ രീതിയിൽ വ്യത്യസ്തമായി കാണപ്പെട്ടു. ഈ സംഘം ഒരു ചിത്രം പോലെയായിരുന്നു. എല്ലാ നിറങ്ങളും എല്ലാ സംസ്കാരങ്ങളും ചേർന്ന ഒന്ന്. ആദ്യത്തെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഡൈനിങ് കാറിൽ വെച്ച് കണ്ടുമുട്ടി. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. അലങ്കരിച്ച മേശകൾ, തിളങ്ങുന്ന ഗ്ലാസുകൾ, വെള്ളിപ്പാത്രങ്ങൾ, മങ്ങിയ വെളിച്ചത്തിൽ പുഞ്ചിരിക്കുന്ന വെയിറ്റർമാർ. സംഭാഷണങ്ങൾ ആരംഭിച്ചു. ഞാൻ നിശബ്ദനായി എല്ലാവരെയും നിരീക്ഷിക്കാൻ തുടങ്ങി. ആളുകളുടെ പെരുമാറ്റത്തിലൂടെ അവരുടെ സ്വഭാവവും മാനസികാവസ്ഥയും വായിക്കുന്നത് എൻ്റെ ശീലമാണ്. അവിടെയും എനിക്ക് പല സൂചനകളും ലഭിച്ചു. മിസ്സിസ് ഹബ്ബാർഡ് തൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ എല്ലാവരെയും തൻ്റെ കഥകളിൽ കുടുക്കി. മിസ് മേരി ശാന്തമായിരുന്നു. കേണൽ അവരെ മാത്രം ശ്രദ്ധിച്ചു. പ്രിൻസസ് ഡ്രഗോ മിറോഫിൻ്റെ പെരുമാറ്റം തണുത്തതും രാജകീയവുമായിരുന്നു. മിസ്റ്റർ റാച്ചറ്റ് നിശബ്ദനായി ഭക്ഷണം കഴിച്ചു. ഇടയ്ക്കിടെ മുറിയിലേക്ക് കണ്ണോടിച്ചു കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലെല്ലാം കുറിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ മുഖങ്ങളെല്ലാം ഭയാനകമായൊരു സംഭവമായി ബന്ധിപ്പിക്കപ്പെടുമെന്നും അതിൽ നിന്നും ഒരു കൊലയാളിയെ എനിക്ക് കണ്ടെത്തേണ്ടി വരുമെന്നും ഞാൻ ഊഹിച്ചിരുന്നില്ല. ഭക്ഷണം കഴിഞ്ഞു. ആളുകൾ അവരവരുടെ ക്യാബുകളിലേക്ക് മടങ്ങി. പുറത്ത് മഞ്ഞ് വീണുകൊണ്ടേയിരിക്കുന്നു. ട്രെയിനിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭൂമി ഒരു വെള്ള പരവതാനിയായി മാറിയിരുന്നു. നിശബ്ദമായി ഓടുന്ന ട്രെയിനും പുറത്തെ മഞ്ഞും എനിക്ക് വിചിത്രമായ ഒരു സമാധാനം നൽകി. ആ രാത്രി ഈ യാത്ര ആശ്വാസവും വിശ്രമവും നിറഞ്ഞതായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ മിസ്റ്റർ റാച്ചറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം തൻ്റെ ക്യാബിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പിരിമുറുക്കമുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പോയിറോട്ട്, എനിക്ക് അപകടമുണ്ട്. ആരും എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രശസ്തനായ ഒരു ഡിറ്റക്റ്റീവാണ്. നിങ്ങൾ എനിക്ക് സുരക്ഷ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലിക്ക് ഞാൻ നല്ല പ്രതിഫലം നൽകും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ നിശബ്ദനായി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയം വ്യക്തമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് തോന്നി. ഞാൻ പതുക്കെ പറഞ്ഞു, എനിക്ക് ഖേദമുണ്ട് മിസ്റ്റർ റാച്ചറ്റ്. നിങ്ങളുടെ ഈ നിർദ്ദേശം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം എൻ്റെ വാക്കുകൾ കേട്ട് കുറച്ചു നേരം എന്നെ തുറച്ചു നോക്കി. പിന്നെ അദ്ദേഹം ചെറുതായി പുഞ്ചിരിച്ചു. പക്ഷേ ആ പുഞ്ചിരി അധിക നേരം നിലനിന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായം നിരസിച്ചുവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ എൻ്റെ ക്യാബിലേക്ക് മടങ്ങി. എന്നാൽ ആ രാത്രി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ട ഭയം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഈ ഭയം എത്രത്തോളം യഥാർത്ഥമായിരുന്നുവെന്നും അടുത്ത ദിവസം രാവിലെ ആ ഭയം സത്യമാവുകയും ട്രെയിനിനെ മുഴുവനും നടക്കുകയും ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ട്രെയിൻ അതിൻ്റെ വേഗതയിൽ ഓടിക്കൊണ്ടിരുന്നു. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഞ്ഞിപ്പോൾ കൂടുതൽ കനത്തിരിക്കുന്നു. വെളുത്ത പാളികളാൽ മൂടിയ ഭൂമിയും മലകളും ഒരു സ്വപ്ന ദൃശ്യം പോലെ തോന്നി. ട്രെയിനിൻ്റെ ഉള്ളിലെ അന്തരീക്ഷം ചൂടുള്ളതും ആശ്വാസകരവുമായിരുന്നു. ഞാൻ തയ്യാറായി പ്രഭാത ഭക്ഷണത്തിനായി ഡൈനിങ് കാറിലേക്ക് നടന്നു. അവിടെ നേരത്തെ തന്നെ ചില യാത്രക്കാരുണ്ടായിരുന്നു. മിസ്സിസ് ഹബ്ബാർഡ് എപ്പോഴും ഉള്ളതുപോലെ ചടുലയായിരുന്നു. അവർ വെയിറ്ററോട് നിരന്തരം ആജ്ഞകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കാപ്പി തരൂ, പക്ഷേ അത് നല്ല ചൂടുള്ളതായിരിക്കണം. അതെ, ടോസ്റ്റും വേണം. വേണ്ട, കുറച്ചുകൂടി വെണ്ണ ചേർക്കൂ. അവരുടെ ശബ്ദം എത്രത്തോളം ഉച്ചത്തിലായിരുന്നുവെന്നാൽ അടുത്തിരുന്ന ആളുകളും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു.
മിസ് മേരി ഡെബൻഹാം ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് അതേ തണുത്ത ശാന്തതയുണ്ടായിരുന്നു. കേണൽ ആർബത്നോട്ട് അവരുടെ മുന്നിലിരുന്ന് പതുക്കെ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ രണ്ടുപേരും തങ്ങളുടെ വികാരങ്ങൾ ഒളിപ്പിക്കുന്നതിൽ ജാഗ്രത പാലിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് മിസ്റ്റർ റാച്ചറ്റും വന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കഴിഞ്ഞ യാത്രയേക്കാൾ കൂടുതൽ തളർന്നതായി തോന്നി. അദ്ദേഹം ചുറ്റും കണ്ണോടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നത് പോലെ. കഴിഞ്ഞ രാത്രി എനിക്ക് അനുഭവപ്പെട്ട അതേ അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് വീണ്ടും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഞാൻ എന്നെ തന്നെ തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇടപെടില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പകൽ പതുക്കെ കടന്നുപോയി. ട്രെയിൻ യൂറോപ്പിലേക്ക് മുന്നേറുകയാണ്. പുറത്തു മഞ്ഞിപ്പോൾ കൂടുതൽ വേഗത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. ക്യാബിനുകൾക്കുള്ളിൽ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ സമയം ചെലവഴിക്കുകയാണ്. ചിലർ പുസ്തകം വായിക്കുന്നു, ചിലർ ചീട്ട് കളിക്കുന്നു, ചിലർ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിശബ്ദരായിരിക്കുന്നു. ഉച്ചയ്ക്ക് ഞാൻ മോൺസിയർ ബുക്കിനെ കണ്ടുമുട്ടി. അദ്ദേഹം എപ്പോഴും ഉള്ളതുപോലെ ചിട്ടയുള്ളവനും ഗൗരവക്കാരനുമായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പേറോട്ട്, ഈ സമയത്ത് ട്രെയിൻ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നു. വലിയ അത്ഭുതം തന്നെ. സാധാരണയായി ഈ കാലാവസ്ഥയിൽ ഇത്രയും തിരക്കുണ്ടാകില്ല. ഞാൻ തലയാട്ടി പറഞ്ഞു. അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. എല്ലാവരും യൂറോപ്പിലേക്ക് മടങ്ങുകയാണെന്ന് തോന്നുന്നു. അന്ന് വൈകുന്നേരം ഡൈനിങ് കാറിലെ അന്തരീക്ഷത്തിൽ കൂടുതൽ രസകരമായിരുന്നു. ആളുകളിപ്പോൾ കുറച്ചുകൂടി പരസ്പരം പരിചയക്കാരായി കഴിഞ്ഞു. സംഭാഷണങ്ങളുടെ സ്വരം ഉച്ചത്തിലായിരുന്നു. മിസ്സിസ് ഹബ്ബാർഡ് വീണ്ടും തൻ്റെ കഥകളിലൂടെ എല്ലാവരെയും ചിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇറ്റാലിയൻ യാത്രക്കാരൻ ഫോസ്കറെല്ലി തൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ട് കൈകൾ ചലിപ്പിക്കുകയാണ്. റഷ്യൻ പ്രിൻസസ് തൻ്റെ തണുത്ത രാജകീയ ശബ്ദത്തിൽ ഇടയ്ക്കിടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ എല്ലാവരെയും നോക്കി. ഓരോ മുഖവും ഓരോ രഹസ്യം പോലെയായിരുന്നു. എല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് എൻ്റെ ശീലമാണ്. ചിലർ പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങളുടെ യഥാർത്ഥ ചിന്തകൾ മറച്ചുവെക്കുന്നു. ചിലർ നിശബ്ദരായിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. മിസ്റ്റർ റാച്ചറ്റ് യാത്രക്കാരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ക്യാബുകളിലേക്ക് മടങ്ങി. പുറത്തു മഞ്ഞിപ്പോൾ എത്രത്തോളം വർദ്ധിച്ചുവെന്നാൽ വിൻഡോയിലൂടെ വെളുത്ത മൂടൽമഞ്ഞ് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ട്രെയിൻ മഞ്ഞിൻ്റെ മതിലുകൾക്കിടയിലൂടെ വഴിയുണ്ടാക്കുന്നത് പോലെ തോന്നി. ഞാൻ എൻ്റെ ക്യാബിനിൽ മടങ്ങിയെത്തി ഉറങ്ങാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ കോറിഡോറിൽ നേരിയ ശബ്ദം കേട്ടത്. ആരോ നടക്കുന്ന ശബ്ദമായിരുന്നു അത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇരുട്ടായിരുന്നു. ചുവന്ന വിളക്കിൻ്റെ നേരിയ വെളിച്ചം മാത്രം വീഴുന്നുണ്ടായിരുന്നു. ഒരു രൂപം ദൂരേക്ക് പോകുന്നത് ഞാൻ കണ്ടു. മുഖം വ്യക്തമായില്ല. ഞാൻ വാതിലടച്ച് കിടക്കയിൽ കിടന്നു. ഏകദേശം അർദ്ധരാത്രിയായി. അപ്പോഴാണ് പെട്ടെന്ന് അടുത്ത ക്യാബിനിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആരോ ഉറക്കെ വിളിച്ചതുപോലെ തോന്നി. ഞാൻ ശ്രദ്ധിച്ചു. ആ ശബ്ദം മിസ്റ്റർ റാച്ചറ്റിൻ്റെ ക്യാബിനിൽ നിന്നായിരുന്നു. ഞാൻ വാക്കുകൾ കൃത്യമായി കേട്ടില്ലെങ്കിലും സ്വരം അസ്വസ്ഥമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിനിലെ ഒരു ജീവനക്കാരൻ്റെ ശബ്ദം കേട്ടു. പിന്നെയെല്ലാം ശാന്തമായി. അത് സാധാരണ എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ ഉള്ളിലെവിടെയോ ഒരു വിചിത്രമായ അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നു. രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ട്രെയിൻ പെട്ടെന്ന് നിന്നിരുന്നു. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ റെയിൽപാതകൾ മുഴുവനും മഞ്ഞിൽ മുങ്ങിയിരിക്കുന്നു. ഒരു വലിയ മലമ്പ്രദേശമായിരുന്നു അത്. മഞ്ഞ് എത്രത്തോളം ആഴമുള്ളതായിരുന്നു എന്നാൽ മുന്നോട്ടുള്ള വഴി അടഞ്ഞുപോയിരുന്നു. ട്രെയിനിലെ ആളുകൾ ആശങ്കയിലായിരുന്നു. ട്രാക്കുകളിൽ നിന്നും മഞ്ഞ് മാറ്റുന്നതുവരെ നമുക്കിവിടെ കാത്തിരിക്കേണ്ടി വരുമെന്ന് മോൺസിയർ ബൂക്ക് പറഞ്ഞു. യാത്രക്കാർ അസ്വസ്ഥരായി. ചിലർ പ്രതിഷേധിച്ചു, ചിലർ നിശബ്ദരായി. എന്നാൽ സത്യം എന്തെന്നാൽ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല. ഞാൻ പ്രഭാത ഭക്ഷണത്തിനായി ഡൈനിങ് കാറിലെത്തി. അവിടെ വിചിത്രമായൊരു നിശബ്ദതയായിരുന്നു. ആളുകൾ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കണ്ടക്ടർ ഓടി വന്നത്. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിരുന്നു. അദ്ദേഹം മോൺസിയർ ബൂക്കിനോട് എന്തോ പറഞ്ഞു. അവർ ഉടൻ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എന്തോ ഗുരുതരമായി സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും അവരെ പിന്തുടർന്നു. ഞങ്ങൾ മിസ്റ്റർ റാച്ചറ്റ് താമസിച്ചിരുന്ന ക്യാബിലെത്തി. വാതിൽ പകുതി തുറന്നു കിടക്കുകയാണ്. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ തരിച്ചിരുത്തി. മിസ്റ്റർ റാച്ചറ്റ് തൻ്റെ കിടക്കയിൽ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം നീലിച്ചിരിക്കുന്നു. ശരീരത്തിൻ്റെ മുകളിൽ പുതപ്പുണ്ടായിരുന്നുവെങ്കിലും രക്തക്കറകൾ വ്യക്തമായി കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും വയറ്റിലും പലയിടത്തും കത്തികൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. മുറിയപ്പോൾ വ്യത്യസ്തമായിരുന്നു. മേശപ്പുറത്ത് പൊട്ടിയ ഗ്ലാസ് കിടക്കുന്നുണ്ട്. തറയിൽ ഒരു തൂവാലയും. ജനാല അല്പം തുറന്നും കിടന്നിരുന്നു. തണുത്ത കാറ്റ് ഉള്ളിലേക്ക് വരുന്നുമുണ്ട്. മോൺസിയർ ബൂക്ക് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇതൊരു കൊലപാതകമാണ്.
ഞാൻ പതുക്കെ മുറിയിലേക്ക് പോയി ചുറ്റും നോക്കി. ഉള്ളിൽ പഴയ ആ അനുഭവം ഉണർന്നു. ഇപ്പോൾ ഈ ഉത്തരവാദിത്തം എൻ്റേതാണ്. ഈ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘശ്വാസം എടുത്തു പറഞ്ഞു, അതേ മോൺസിയാർ ബൂക്ക്, ഇതൊരു കൊലപാതകമാണ്. ഇപ്പോൾ ഈ കൊലയാളിയെ ഈ ട്രെയിനിൽ തന്നെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം പുറത്തെ മഞ്ഞ് നമ്മെ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. കൊലയാളി ഇവിടെയുണ്ട്, നമുക്കിടയിൽ തന്നെ. ആ നിമിഷം ക്യാബിനിൽ ഒരു നിശബ്ദത പടർന്നു. പുറത്ത് മഞ്ഞ് തുടർച്ചയായി വീണുകൊണ്ടേയിരിക്കുന്നു. ഉള്ളിൽ ഒരു ഡെഡ് ബോഡി. ഈ യാത്ര ഇനി ഒരിക്കലും തുടക്കത്തിൽ തോന്നിയതുപോലെ ആയിരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ക്യാബിനുള്ളിൽ മരണത്തിൻ്റെ തണുപ്പ് പടർന്നിരുന്നു. മിസ്റ്റർ റാച്ചറ്റിൻ്റെ മൃതദേഹം ആ കിടക്കയിൽ നിശ്ചലമായി കിടക്കുന്നു. അതിന് ചുറ്റുമുള്ള സൂചനകൾ എൻ്റെ മുന്നിൽ ഒരു കടങ്കഥയുടെ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. മോൺസിയാർ ബൂക്കിൻ്റെയും മുഖം വെളുത്തു വിളറിയിരുന്നു. അദ്ദേഹം വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, ഓ പോയിറോട്ട്, ഈ കേസ് നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും. ഞാൻ കമ്പനിയുടെ ഡയറക്ടറാണ്, പക്ഷേ ഈ കുറ്റകൃത്യം എൻ്റെ പരിധിക്ക് അപ്പുറമാണ്. ഞാൻ തലയാട്ടി. ഉള്ളിലെ ഡിറ്റക്റ്റീവ് നേരത്തെ തന്നെ ഉണർന്നിരുന്നു. മഞ്ഞ് മാറുന്നതുവരെയും ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നതുവരെയും നമ്മളെല്ലാവരും ഇവിടെ തടവിലാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇതിനർത്ഥം കൊലയാളി ഇവിടെ തന്നെ ഉണ്ട് എന്നാണ്. പുറത്തേക്ക് ആരും പോയിട്ടില്ല. പുറത്തു നിന്നും ആരും അകത്തേക്കും വന്നിട്ടില്ല. ഈ സാഹചര്യം എത്രത്തോളം പ്രയാസമേറിയതാണോ അത്രത്തോളം എനിക്ക് വെല്ലുവിളി നിറഞ്ഞതുമായി തോന്നി. ഞാൻ മുറി സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ ഡെഡ് ബോഡി നോക്കി. മിസ്റ്റർ റാച്ചറ്റിൻ്റെ മുഖത്ത് വിചിത്രമായൊരു ശാന്തതയുണ്ടായിരുന്നു. മരണം അദ്ദേഹത്തിൻ്റെ ഭയത്തെ അവസാനിപ്പിച്ചതുപോലെ. എന്നാൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും വയറിലും പലയിടത്തും കത്തികൊണ്ടുള്ള മുറിവുകളുണ്ടായിരുന്നു. ഞാൻ എണ്ണി നോക്കി, 12-ൽ കൂടുതൽ മുറിവുകൾ. ഇതൊരു വിചിത്രമായ കാര്യമായിരുന്നു. കൊലയാളിക്ക് കൊല്ലാൻ മാത്രമായിരുന്നു ആഗ്രഹമെങ്കിൽ 1-2 മുറിവുകൾ മതിയായിരുന്നു. ഇത്രയധികം മുറിവുകൾ ഏതെങ്കിലും ആഴത്തിലുള്ള വെറുപ്പിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ പ്രതീകമാണ്. മുറിയിൽ മറ്റു സൂചനകൾ ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് പൊട്ടിയ ഗ്ലാസ് കിടക്കുന്നുണ്ടായിരുന്നു. ഇതിലേതെങ്കിലും മരുന്നോ മദ്യമോ ഉണ്ടായിരുന്നിരിക്കണം. എനിക്കങ്ങനെ തോന്നി. തറയിലൊരു തൂവാല കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ തുന്നൽ വേലയിലൂടെ എച്ച് എന്ന അക്ഷരം എഴുതിയിരുന്നു. അരികിലൊരു പൈപ്പ് ക്ലീനറും കിടക്കുന്നുണ്ടായിരുന്നു. പുകവലിക്കുന്ന ആരെങ്കിലും ധൃതിയിലിട്ടതാകാം. ജനാല അല്പം തുറന്നിരുന്നു. പുറത്തു മഞ്ഞ് ഉറച്ചു പോയിരിക്കുന്നു. മോൺസിയാർ ബൂക്ക് ഉടൻ പറഞ്ഞു, ഒരുപക്ഷെ കൊലയാളി ജനൽ വഴി രക്ഷപ്പെട്ടിരിക്കാം. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പറഞ്ഞു, അല്ല സുഹൃത്തെ, പുറത്ത് അത്രയും മഞ്ഞാണ്. ആരെങ്കിലും പോയിരുന്നെങ്കിൽ കാൽപ്പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ ഇവിടെ പാടുകളൊന്നുമില്ല. ജനാല കൊലയാളി പുറത്തേക്ക് ഓടിപ്പോയി എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം തുറന്നു വെച്ചതാണ്. മോൺസിയാർ ബൂക്ക് ദീർഘശ്വാസം എടുത്തു. അപ്പോൾ അതിനർത്ഥം കൊലയാളി ഇപ്പോഴും നമുക്കിടയിൽ ഉണ്ടെന്നാണോ? അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് ഉള്ളിലേക്ക് വന്നു. അദ്ദേഹം ഡെഡ് ബോഡി പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, മരണം അർദ്ധരാത്രിയിലാണ് നടന്നിരിക്കുന്നത്. ഏകദേശം 2 മണിയോടെ. മുറിവുകൾ പലതാണ്. ചിലത് ആഴത്തിലുള്ളതും ചിലത് നേരിയതുമാണ്. 2 തരത്തിലുള്ള ആളുകൾ ആക്രമിച്ചതുപോലെ തോന്നുന്നു. ഒരാൾ ശക്തിയോടെ കുത്തുകയും മറ്റൊരാൾ മൃദുവായി കുത്തുകയും ചെയ്തതുപോലെ. ഈ വിവരം എനിക്ക് പ്രധാനമായിരുന്നു. ഈ കൊലപാതകം അത്ര ലളിതമായിരുന്നില്ല. ഇതിൽ ആഴവും പ്ലാനിങ്ങും ഒളിഞ്ഞിരുന്നു. ഞാൻ ബൂക്കിനോടും ഡോക്ടറോടും പറഞ്ഞു, ഇനി നമുക്ക് യാത്രക്കാരോട് സംസാരിക്കണം. എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരുടെ ഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അവരുടെ മുറിവുകളിൽ നിന്നും നമുക്ക് സൂചനകൾ ലഭിച്ചേക്കാം. യാത്രക്കാരെ ഓരോരുത്തരെയും ഡൈനിങ് കാറിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിനു മുമ്പ് ഒരു യാത്രക്കാരനും ട്രെയിനിൽ നിന്നും പുറത്തു പോകാൻ പാടില്ലെന്നും തങ്ങളുടെ സാധനങ്ങൾ മാറ്റാൻ പാടില്ലെന്നും ഞാൻ പറഞ്ഞു. സത്യം പുറത്തു വരുന്നതുവരെ എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ആദ്യം ഞങ്ങൾ ട്രെയിനിലെ കണ്ടക്ടറെ ചോദ്യം ചെയ്തു. അയാൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, രാത്രി ഏകദേശം 1 മണിയോടെ മിസ്സിസ് ഹബ്ബാർഡ് മണിയടിച്ചു. ആരോ തൻ്റെ ക്യാബിനിൽ കടക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പരിശോധിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. പിന്നീട് ഏകദേശം 2 മണിയോടെ റാച്ചറ്റ് സാറിൻ്റെ മുറിയിൽ നിന്നും ഒരു നിലവിളി കേട്ടു. അതൊരു സ്വപ്നമോ ദുസ്വപ്നമോ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. കാരണം ഉടൻ തന്നെ എല്ലാം ശാന്തമായി. ഞാൻ ചോദിച്ചു, നീ ആരെങ്കിലും കോറിഡോറിലൂടെ നടക്കുന്നത് കണ്ടോ? അയാൾ പറഞ്ഞു, അതെ, ഞാനൊരു സ്ത്രീയെ കണ്ടു. അവർ ചുവന്ന പട്ട് ഗൗൺ ധരിച്ചിരുന്നു. തലയിലൊരു ഷോളുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അവരുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഈ മൊഴി രസകരമായിരുന്നു. ചുവന്ന ഗൗൺ ധരിച്ചൊരു സ്ത്രീ. ഞാനത് കുറിച്ചു വെച്ചു. അതിനുശേഷം ഞങ്ങൾ യാത്രക്കാരെ വിളിക്കാൻ തുടങ്ങി. ആദ്യം വന്നത് മിസ്സിസ് ഹബ്ബാർഡാണ്. അവരെപ്പോഴും ഉള്ളതുപോലെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇന്നലെ രാത്രി എൻ്റെ മുറിയിൽ ആരും ഉണ്ടായിരുന്നുവെന്ന്. ഞാൻ ഒറ്റയ്ക്കുള്ളൊരു വിധവയാണ്. ആരും എൻ്റെ മുറിയിൽ കിടക്കാൻ ശ്രമിച്ചു. ഞാൻ മണിയടിച്ചു. കണ്ടക്ടർ വന്നു.
ഇപ്പോൾ നോക്കൂ, കൊലപാതകം നടന്നു. ഞാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അവരുടെ വാക്കുകളിൽ സത്യമുണ്ടോ അതോ അഭിമാനമാണോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, നിങ്ങൾ ആ ആളെ കണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. പക്ഷെ അയാൾ മുറിയിൽ നിന്നും ഓടിപ്പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. അതൊരു പുരുഷനാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവരുടെ കാര്യം ഞാൻ കുറിച്ചു വച്ചു. പിന്നെ വന്നത് മിസ് മേരി ഡെബൻഹാമാണ്. അവർ ശാന്തയും സംയമനം പാലിക്കുന്നവളുമായിരുന്നു. അവർ വ്യക്തമായി പറഞ്ഞു, ഞാൻ രാത്രി ഒന്നും കേട്ടില്ല. ഞാൻ നേരത്തെ ഉറങ്ങി. രാവിലെയാണ് എഴുന്നേറ്റത്. അവരുടെ കണ്ണുകൾ നിശ്ചലമായിരുന്നു. എന്നാൽ അവർ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം കേണൽ അർബത്നോട്ട് വന്നു. അദ്ദേഹം നേരായ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാത്രി കോറിഡോറിൽ ചെറിയൊരു ചലനം കണ്ടു എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇറ്റലിക്കാരനായ ഫോസ്കറല്ലി ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ രാത്രി മുഴുവനും ഉറങ്ങുകയായിരുന്നു. ഞാനൊന്നും കേട്ടില്ല. ഞാനൊരു കഠിനാധ്വാനിയായ മനുഷ്യനാണ്. പകൽ മുഴുവനും ജോലി ചെയ്ത് തളരും. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കൃത്രിമത്വം തോന്നി. റഷ്യൻ പ്രിൻസസ് ഡ്രോഗോമിറോഫ് തൻ്റെ രാജകീയ ശൈലിയിൽ പറഞ്ഞു, എനിക്ക് പ്രായമായി, സുഖമില്ല. ഞാൻ രാത്രി മുഴുവനും എൻ്റെ മുറിയിൽ വിശ്രമിച്ചു. എനിക്കൊന്നും അറിയില്ല. അവരുടെ വേലക്കാരി ഹിൽഡെഗാർഡും പ്രിൻസസ് രാത്രി മുഴുവനും മുറിയിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. സ്വീഡനിലെ ഗ്രേറ്റ ഓൾസൺ ഭയന്നിരുന്നു. അവർ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. എനിക്ക് ഉറക്കം പെട്ടെന്ന് വരില്ല. പക്ഷെ ഇന്നലെ രാത്രി ഞാനൊന്നും കേട്ടില്ല. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. എല്ലാവരുടെയും മൊഴികൾ ഓരോ രീതിയിൽ വ്യത്യസ്തമായിരുന്നു. എന്നാൽ സത്യം ഈ മൊഴികൾക്കിടയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. ചോദ്യം ചെയ്യലിന് ശേഷം ഞാൻ എൻ്റെ ക്യാബിലേക്ക് മടങ്ങി. ഞാൻ എല്ലാ കുറിപ്പുകളും നോക്കി. ഓരോ മൊഴിയിലും ചെറിയ ചെറിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരാൾ പറയുന്നു ഒരു സ്ത്രീയെ കണ്ടുവെന്ന്, ഒരാൾ പറയുന്നു പുരുഷനെ കണ്ടുവെന്ന്, ഒരാൾ പറയുന്നു എന്തോ കേട്ടുവെന്ന്, ഒരാൾ പറയുന്നു ഒന്നും കേട്ടില്ലെന്ന്. ഈ കൊലപാതകം പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൻ്റെ ഫലമായിരിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഇതൊരു ആസൂത്രിതമായ കുറ്റകൃത്യമാണ്. ഇതിൽ പല ആളുകൾ ഉൾപ്പെട്ടിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിസ്റ്റർ റാച്ചറ്റിൻ്റെ വ്യക്തിത്വം വീണ്ടും വീണ്ടും അലട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ വ്യാപാരിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ട ഭയം എവിടെയോ ആഴത്തിലുള്ള ഭൂതകാലവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം പലപ്പോഴും കൊലപാതകത്തിൻ്റെ രഹസ്യം ഇരയുടെ ജീവിതത്തിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. പുറത്തു മഞ്ഞിപ്പോഴും വീണുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ നിശ്ചലമാണ്, സമയം നിലച്ചതുപോലെ. എന്നാൽ എനിക്കുള്ളിലെ ജിജ്ഞാസയും ജാഗ്രതയും കൂടുതൽ ശക്തമായി കഴിഞ്ഞു. ഈ കളി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിലെ ഓരോ കളിക്കാരനെയും എനിക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഡൈനിങ് കാറിൽ നിന്നും മടങ്ങിയ ശേഷം എൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രം കറങ്ങുകയാണ്. റാച്ചറ്റിൻ്റെ മരണം സാധാരണമായിരുന്നില്ല. ഇത്രയധികം മുറിവുകൾ, ഓരോന്നും ഓരോ തീവ്രതയുള്ളവ. ഒരാൾക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആ പരസ്പര വിരുദ്ധമായ മൊഴികൾ. ആരോ ഒരു സ്ത്രീയെ കണ്ടു, ആരോ ശബ്ദം കേട്ടു, ആരോ ഒന്നും കേട്ടില്ല. ഇതെല്ലാം കണ്ടിട്ട് ട്രെയിനിൽ ഉള്ളവർ മുഴുവനും ചേർന്ന് എന്തോ രഹസ്യം ഒളിപ്പിക്കുകയാണെന്ന് തോന്നിപ്പിച്ചു. ആദ്യം മരിച്ചയാളുടെ മുറി വീണ്ടും പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഡോക്ടറും മോൺസിയർബൂക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ വസ്തുവും ശ്രദ്ധാപൂർവം നോക്കി. മേശപ്പുറത്ത് പൊട്ടിയ ഗ്ലാസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. അതിൽ നേരിയൊരു പൊടി ഒട്ടിപ്പിടിച്ചിരുന്നു. ഒരുപക്ഷെ ഉറക്കമരുന്നിൻ്റെ അംശമായിരിക്കാം. അതിനർത്ഥം റാച്ചറ്റിനെ ആദ്യം ഉറക്കാൻ ശ്രമിച്ചു, അതിനുശേഷം ആക്രമിച്ചു എന്നാണ്. ഞാൻ പുതപ്പും തലയണയും എടുത്തു മാറ്റി നോക്കി. കരിഞ്ഞൊരു ചെറിയ കടലാസ കഷ്ണം കണ്ടു. അത് യോജിപ്പിക്കുക പ്രയാസമാണ്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത് എൻ്റെ സ്വഭാവമാണ്. ഞാൻ പതുക്കെ ആ കടലാസിലെ അക്ഷരങ്ങൾ വായിക്കാൻ ശ്രമിച്ചു. അതിൽ എഴുതിയിരുന്നത് ആംസ്ട്രോങ് എന്നായിരുന്നു. ആ പേര് എൻ്റെ മനസ്സിൽ മുഴങ്ങി. ആംസ്ട്രോങ്. ഞാൻ പെട്ടെന്ന് ഓർമ്മകൾ തപ്പിയെടുത്തു. അമേരിക്കയെ മുഴുവനും നടുക്കിയ ഒരു ദാരുണ സംഭവത്തിലെ കുടുംബമായിരുന്നു അത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേണൽ ആംസ്ട്രോങ്ങിൻ്റെ ഭാര്യയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. ആ നിഷ്കളങ്കമായ കുഞ്ഞു കൊല്ലപ്പെട്ടു. ഇതിനുശേഷം ഭാര്യ ആത്മഹത്യ ചെയ്തു. ദുഃഖം താങ്ങാനാവാതെ കേണലും ജീവനൊടുക്കി. ആ കുടുംബം മുഴുവനും നശിച്ചുപോയി. ആ സംഭവത്തിലെ കുറ്റവാളി ആരായിരുന്നു? കാസറ്റി എന്ന ഒരു അമേരിക്കൻ ക്രിമിനൽ. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതും തെളിവ് നശിപ്പിക്കാൻ കൊലപ്പെടുത്തിയതും അവനായിരുന്നു. പിന്നീട് കാസറ്റി പിടിയിലായെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു. അവനോട് എല്ലാവർക്കും വലിയ ദേഷ്യവും വെറുപ്പുമുണ്ടായിരുന്നു. പക്ഷേ നിയമത്തിൽ നിന്ന് അവൻ തന്ത്രപരമായി രക്ഷപ്പെട്ടു. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. മിസ്റ്റർ റാച്ചറ്റ് യഥാർത്ഥത്തിൽ അതേ കാസറ്റി തന്നെയായിരുന്നു. അവൻ തൻ്റെ പേര് മാറ്റി ഇവിടെ യൂറോപ്പിൽ കച്ചവടത്തിൻ്റെ പേരിൽ കറങ്ങി നടന്നു. അതുകൊണ്ടാണ് അവൻ്റെ കണ്ണുകളിൽ ആ ഭയമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എന്നോട് സുരക്ഷ ചോദിച്ചത്. തൻ്റെ ഭൂതകാലം തന്നെ പിന്തുടരുമെന്ന് അവനറിയാമായിരുന്നു.
ഞാൻ മോൺസിയാർ ബൂക്കിനോടും ഡോക്ടറോടും ഇത് പറഞ്ഞു. രണ്ടുപേരും ഞെട്ടിപ്പോയി. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ അതിനർത്ഥം ഈ ട്രെയിനിൽ ആംസ്ട്രോങ് കുടുംബവുമായി ബന്ധമുള്ള ആരോ ഉണ്ടെന്നും പ്രതികാരം ചെയ്യാൻ അവർ കൊലപാതകം നടത്തിയെന്നുമാണോ? ഞാൻ പതുക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. ആ നിമിഷം ട്രെയിനിലെ ഓരോ യാത്രക്കാരൻ്റെയും മുഖം എൻ്റെ മുന്നിലൂടെ കടന്നുപോയി. ആംസ്ട്രോങ് ദുരന്തം ബാധിച്ച ഒരുപാട് പേർ ഈ തിരക്കിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇനി എനിക്ക് കൂടുതൽ ജാഗ്രതയോടെ ചോദിക്കേണ്ടതുണ്ട്. ഓരോ യാത്രക്കാരൻ്റെയും സാധനങ്ങൾ പരിശോധിക്കാനും ഞാൻ തീരുമാനിച്ചു. അനുമതി ലഭിച്ചതോടെ ഞങ്ങൾ അത് തുടങ്ങി. ആദ്യം മിസ് മേരി സെബൻഹാമിൻ്റെ സാധനങ്ങൾ നോക്കി. എല്ലാം സാധാരണമായി തോന്നി. എന്നാൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ഡയറിയിൽ പല പേജുകളും കീറി മാറ്റിയിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അത് പഴയ കുറിപ്പുകളാണെന്നും ഇനി ആവശ്യമില്ലാത്തത് കൊണ്ടാണെന്നും അവർ പറഞ്ഞു. അവരുടെ കണ്ണുകൾ നിശ്ചലമായിരുന്നുവെങ്കിലും അവരെന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കേണൽ അർബത്നോട്ടിൻ്റെ സാധനങ്ങളിൽ സൈനിക വസ്തുക്കളും പൈപ്പുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ റാച്ചറ്റിൻ്റെ മുറിയിൽ കണ്ട അതേ പൈപ്പ് ക്ലീനർ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റേതാണ്, പക്ഷേ ഇതെൻ്റെ മുറിയിൽ നിന്നും പുറത്തു പോയിട്ടില്ല. ഓസ്കറല്ലിയുടെ സാധനങ്ങളിൽ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പക്ഷെ അയാളുടെ വസ്ത്രങ്ങളിൽ എണ്ണക്കറകളുണ്ടായിരുന്നു. അയാൾ വാഹനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് തോന്നിപ്പിച്ചു. അയാൾ എപ്പോഴും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ കഠിനാധ്വാനിയാണ്, ഞാൻ എന്തിനാണ് ആരെയെങ്കിലും കൊല്ലുന്നത്. പ്രിൻസസ് ഡ്രാഗോമിറോഫിൻ്റെ സാധനങ്ങളിൽ വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും മരുന്നുകളും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ബാഗിൽ ആംസ്ട്രോങ് കുടുംബത്തിൻ്റെ പേരുള്ള ഒരു പഴയ കത്ത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ അവരൊട്ടും മടിക്കാതെ പറഞ്ഞു, അതെ, ഞാൻ ആംസ്ട്രോങ് കുടുംബത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അവരുടെ മകൾ എൻ്റെ ഗോഡ് ഡോട്ടറായിരുന്നു. ആ ദുരന്തം എന്നെ ഉള്ളിൽ നിന്നും തകർത്ത് കളഞ്ഞു. അവരുടെ വാക്കുകൾ എൻ്റെ സംശയം വർദ്ധിപ്പിച്ചു. ഗ്രേറ്റ വോൾഡൻ്റെ സാധനങ്ങളിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അതിൽ കൈപ്പടയിൽ എഴുതിയ ചില കുറിപ്പുകൾ ഉണ്ടായിരുന്നു. ആംസ്ട്രോങ് കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ. ആ സമയത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ പതുക്കെ പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ അറിയാമായിരുന്നു. അവൾ ഒരു മാലാഖയായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് പുതിയൊരു വഴി കിട്ടി. സത്യത്തിൽ ഈ കൊലപാതകം വ്യക്തിപരമായ ദേഷ്യം മാത്രമല്ല, ഒരു കൂട്ടായ വെറുപ്പിൻ്റെ ഫലമായിരിക്കാം. ഞങ്ങൾ ബാക്കി യാത്രക്കാരുടെ സാധനങ്ങളും പരിശോധിച്ചു. ഒരു മുറിയിൽ കണ്ടക്ടർ പറഞ്ഞ അതേ പട്ട് ഗൗൺ ഞങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ വിചിത്രമായ കാര്യം, ആ ഗൗൺ പുതിയതായിരുന്നുവെന്നും ആരും അതിൻ്റെ നൂലുകൾ ഇപ്പോൾ അടുത്ത സമയത്ത് മുറിച്ചു മാറ്റിയതായി കണ്ടു. തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം പോലെ. ഞാനിപ്പോൾ കൂടുതൽ ജാഗ്രത പാലിച്ചു. റാച്ചറ്റ് അഥവാ കാസറ്റിയുടെ ഭൂതകാലം ഇവിടെയുള്ള മിക്ക ആളുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെനിക്ക് വ്യക്തമായി തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം ഒരാൾ ചെയ്തതല്ല. ഒരുപക്ഷെ ആംസ്ട്രോങ് ദുരന്തം ബാധിച്ച ഓരോരുത്തരും ചേർന്ന് ചെയ്തതാകാം. പക്ഷെ എനിക്ക് കൃത്യമായ തെളിവുകൾ വേണമായിരുന്നു. ഓരോ മൊഴിയും ഓരോ സാധനവും ഓരോ സൂചനയും ചേർത്ത് എനിക്ക് സത്യം കണ്ടെത്തണമായിരുന്നു. രാത്രി വരെ ഞാൻ എൻ്റെ കുറിപ്പുകൾ വീണ്ടും വായിച്ചു. ഓരോ യാത്രക്കാരൻ്റെയും മുഖം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ. പുറത്താണെങ്കിൽ മഞ്ഞ് വീണുകൊണ്ടേയിരിക്കുന്നു. ട്രെയിൻ അവിടെ തന്നെ തടഞ്ഞു നിൽക്കുകയാണ്. ഒരടഞ്ഞ ലോകം, അതിൻ്റെ ഉള്ളിൽ കൊലയാളി സ്വതന്ത്രനായി നടക്കും. അടുത്ത നീക്കം എന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നേരിട്ടെത്തിക്കുമെന്ന് എനിക്കറിയാം. ട്രെയിനിൻ്റെ ഉള്ളിലെ അന്തരീക്ഷം കൂടുതൽ ഭാരമേറിയതായി. ഓരോ യാത്രക്കാരും അവരവരുടെ രീതിയിൽ അസ്വസ്ഥരായിരുന്നു. എന്നാൽ മുഖത്ത് ഒന്നും കാണിക്കാൻ ആരും ആഗ്രഹിച്ചില്ല. ഈ പിരിമുറുക്കം ഒരു കൊടുങ്കാറ്റിൻ്റെ മുമ്പുള്ള നിശബ്ദത പോലെയായിരുന്നു. സത്യം പതുക്കെ പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. രാവിലെ ഞാൻ തീരുമാനിച്ചു യാത്രക്കാരോട് കൂടുതൽ ആഴത്തിൽ സംസാരിക്കണമെന്ന്. ഞാൻ അവരെ ഡൈനിങ് കാറിലേക്ക് വിളിക്കാൻ തുടങ്ങി. ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നോക്കുക, അവരുടെ വാക്കുകൾ തൂക്കി നോക്കുക, അവരുടെ ഭാവങ്ങൾ ശ്രദ്ധിക്കുക എന്നിവ ആവശ്യമായിരുന്നു. ആദ്യം ഞാൻ മിസ്സിസ് ഹബ്ബാർഡിനെ വിളിച്ചു. എപ്പോഴും ഉള്ളതുപോലെ അവർ ഉച്ചത്തിൽ പറഞ്ഞു, നോക്കൂ, ആരും എൻ്റെ മുറിയിൽ കടക്കാൻ ശ്രമിച്ചു. ഞാനത് ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഈ കൊലപാതകം അതിൻ്റെ ഫലമാണ്. നിങ്ങളാരും എൻ്റെ വാക്ക് ഗൗരവമായി എടുത്തില്ല. ഇപ്പോൾ നോക്കൂ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ശാന്തമായി ചോദിച്ചു, മിസ്സിസ് ഹബ്ബാർഡ്, നിങ്ങളുടെ മുറിയിൽ ആരെങ്കിലും വന്നുവെന്ന് സത്യം ചെയ്ത് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ ആഞ്ഞു തലയാട്ടി പറഞ്ഞു, അതെ, 100% ഉറപ്പിച്ച് ഞാൻ പറയുന്നു. ഏറ്റവും വലിയ കാര്യം, എൻ്റെ മേശപ്പുറത്ത് ഒരു ബട്ടൺ ഞാൻ കണ്ടു. കണ്ടക്ടറുടെ യൂണിഫോമിലെ ബട്ടൺ. ഈ തെളിവ് പോലെ. ഞാൻ ആ ബട്ടൺ നോക്കി. സത്യത്തിൽ അത് കണ്ടക്ടറുടെ യൂണിഫോമിലെ ബട്ടൺ തന്നെയാണ്. എന്നാൽ ചോദ്യം ഇതായിരുന്നു, അതെങ്ങനെ അവരുടെ മുറിയിൽ വന്നു? ഞാൻ പതുക്കെ പറഞ്ഞു, മിസ്സിസ് ഹബ്ബാർഡ്, ചിലപ്പോൾ നേരിട്ടുള്ള തെളിവായി നമുക്ക് തോന്നുന്നത് നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒന്നായിരിക്കാം. നമ്മൾ ധൃതിപ്പെട്ട് തീരുമാനമെടുക്കാൻ പാടില്ല. അവരുടെ കണ്ണുകൾ വിടർന്നു. പക്ഷെ അവർ നിശബ്ദയായി. അതിനുശേഷം മിസ് മേരി ഡെബൻഹാം വന്നു. അവരുടെ മുഖം ശാന്തമായിരുന്നു, സംസാരം അളന്നു തൂക്കിയതും. ഞാൻ ചോദിച്ചു, മിസ് ഡെബൻഹാം, നിങ്ങൾ ആംസ്ട്രോങ് കുടുംബത്തെ അറിയുമായിരുന്നോ?
അവർ ഒരു നിമിഷം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ഇല്ല, എനിക്ക് അവരെ അറിയില്ലായിരുന്നു. അവരുടെ ശബ്ദം കടുപ്പമുള്ളതായിരുന്നുവെങ്കിലും കണ്ണുകളിൽ നേരിയ ഭയം മിന്നിമറഞ്ഞു. ഞാൻ ഓരോ ചെറിയ ഭാവങ്ങളും ശ്രദ്ധിക്കുന്നത് കൊണ്ട് എനിക്ക് അത് മനസ്സിലായി. ഞാൻ വീണ്ടും ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്തോ? അവർ പറഞ്ഞു, ഇല്ല, ഞാൻ നേരത്തെ ഉറങ്ങി. രാവിലെയാണ് എഴുന്നേറ്റത്. ഇടയ്ക്ക് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. അവരുടെ വാക്കുകൾ നേരിട്ടുള്ളതായിരുന്നുവെങ്കിലും മുഖത്ത് മറ്റെന്തോ പറയുന്നുണ്ടായിരുന്നു. കേണൽ അർബത്ത് നോട്ടാണ് അടുത്തത് വന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലി സൈനിക ഉദ്യോഗസ്ഥരെ പോലെയായിരുന്നു. നേരെയുള്ളതും കടുപ്പമേറിയതും ഔദ്യോഗികവുമായ രീതി. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാനധികം സംസാരിക്കാനൊന്നുമില്ല. ഞാൻ ഉറങ്ങുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റു. ആരും ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പൈപ്പ് ക്ലീനറെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം ഞെട്ടിപ്പോയി. അതെൻ്റേതാണ്, പക്ഷേ അത് എൻ്റെ മുറിക്ക് പുറത്ത് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നാൽ സത്യവും നുണയും പലപ്പോഴും അത്രത്തോളം അടുത്തതായിരിക്കും. വെറും വാക്കുകൊണ്ട് തീരുമാനിക്കാൻ കഴിയില്ല. പിന്നെ പ്രിൻസസ് ഡ്രാഗോ മിറോഫ് വന്നു. അവരുടെ രാജകീയ ശൈലി പഴയതുപോലെ തന്നെയായിരുന്നു. അവർ നേരിട്ട് പറഞ്ഞു, അതെ, ഞാൻ ആംസ്ട്രോങ് കുടുംബത്തെ അറിയുമായിരുന്നു. അവരുടെ മകൾ എൻ്റെ ഗോഡ് ഡോട്ടറായിരുന്നു. ആ കുഞ്ഞിൻ്റെ മരണം എൻ്റെ ഹൃദയം തകർന്നു. പക്ഷേ എനിക്ക് പ്രായമായി, സുഖമില്ല. ഒരു കൊലപാതകം ചെയ്യാൻ മാത്രമുള്ള കരുത്ത് എവിടെയാണ് എനിക്കുള്ളത്? അവരുടെ ശബ്ദം കഠിനമായിരുന്നു, പക്ഷേ വാക്കുകളിൽ സത്യമുണ്ടായിരുന്നു. അവരുടെ വേലക്കാരി എൽഡാഗാർഡ് വന്നു. അവൾ ഭയപ്പെട്ടിരുന്നു. ഇടയ്ക്കിടെ തല കുനിക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ രാത്രി മുഴുവനും എൻ്റെ യജമാനത്തിയുടെ കൂടെയായിരുന്നു. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. അവൾ ഏതെങ്കിലും വലിയ സത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുന്നത് പോലെ തോന്നി. ഗ്രേറ്റ ഓൾസനായിരുന്നു അടുത്തത്. അവരുടെ മുഖം ദയാലുവും നിഷ്കളങ്കവുമായിരുന്നു. അവർ കണ്ണു നിറച്ചു പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിനെ അറിയുമായിരുന്നു. ഞാൻ നഴ്സായിരുന്നു. ഞാൻ അവളെ എൻ്റെ മടിയിലെടുത്തിട്ടുണ്ട്. അവളുടെ മരണം എൻ്റെ ആത്മാവിനെ തകർത്തു. അവരുടെ വാക്കുകളിൽ വേദനയുടെ സത്യമുണ്ടായിരുന്നു. അവർ നുണ പറയുകയല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഇറ്റലിക്കാരൻ ഫോസ്കറില്ലി വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ വാഹനത്തിൽ പണിയെടുക്കുന്നവനാണ്. ഞാൻ കഠിന അധ്വാനിയാണ്. ഞാൻ എന്തിന് ആരെയെങ്കിലും കൊല്ലണം? അദ്ദേഹത്തിൻ്റെ ശബ്ദം കൃത്രിമമായി തോന്നി. എന്തെങ്കിലും സത്യം ഒളിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്രയധികം സംസാരിക്കുന്നതെന്ന് തോന്നി. ഞങ്ങൾ ഓരോരുത്തരെയായി ബാക്കി യാത്രക്കാരോടും സംസാരിച്ചു. ഓരോരുത്തരുടെയും മൊഴി വ്യത്യസ്തമായിരുന്നു. എന്നാൽ എല്ലാവരിലും ഒരു കാര്യം മാത്രം തുല്യമായിരുന്നു. എവിടേക്കോ ആംസ്ട്രോങ് കുടുംബവുമായുള്ള ബന്ധം. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ തളർന്നു. എന്നാൽ എനിക്കുള്ളിലെ മനസ്സ് നിരന്തരം സൂചനകളെ യോജിപ്പിക്കുകയാണ്. 12-ൽ കൂടുതൽ മുറിവുകൾ, ഓരോ യാത്രക്കാരനും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, തെളിവുകൾ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ്. ഈ കൊലപാതകം ഒരാൾ മാത്രം ചെയ്തതല്ല. ഞാൻ മോൺസിയാർ ബൂക്കിനെയും ഡോക്ടറെയും വിളിച്ചു പറഞ്ഞു, സുഹൃത്തുക്കളെ, ഈ കേസ് അത്ര ലളിതമല്ല. ഈ കൊലപാതകം കൂട്ടായ ഒന്നാണെന്ന നിഗമനത്തിലേക്കാണ് ഞാൻ എത്തുന്നത്. പല ആളുകൾ ചേർന്ന് ഇത് ചെയ്തിട്ടുണ്ടാകാം. ഓരോരുത്തരും ഓരോ തവണ കുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് മുറിവുകളുടെ സ്വഭാവം പല രീതിയിലാകുന്നത്. ഡോക്ടർ എന്നെ നോക്കി. പക്ഷെ പോയിറോട്ട്, ഇതെങ്ങനെ സാധ്യമാകും? ഇത്രയധികം ആളുകൾ ചേർന്നൊരു കാര്യം ചെയ്യുക, എന്നിട്ടും ഒരു രഹസ്യവും പുറത്തു വരാതിരിക്കുക, അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ശാന്തമായി പറഞ്ഞു, അവരുടെ ഹൃദയത്തിൽ ഒരേ വേദനയും ഒരേ നീതിബോധവുമാണെങ്കിൽ ഇത് സാധ്യമാണ്. ഇത് പ്രതികാരത്തിനായുള്ള ഒരു കൂട്ടായ ശ്രമമാണ്. മോൺസിയാർ ബൂക്ക് പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ പറയാൻ വരുന്നത് ഈ ട്രെയിനിലെ ഏകദേശം എല്ലാ യാത്രക്കാരെയും സംശയിക്കണമെന്നാണോ? ഞാൻ തലയാട്ടി പറഞ്ഞു, അതെ. ഈ കേസിൻ്റെ ഏറ്റവും വലിയ സങ്കീർണതയും അത് തന്നെയാണ്. എനിക്ക് സത്യം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി ഓരോ മുഖത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തേണ്ടി വരും. അന്ന് രാത്രി ഞാൻ എൻ്റെ ക്യാബിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പുറത്ത് മഞ്ഞ് വീണ്ടും വീണുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ മരവിച്ചു നിന്നു. സമയം നിലച്ചുപോയി. ഉള്ളിൽ ഓരോ യാത്രക്കാരും തങ്ങളുടെ കുറ്റകൃത്യങ്ങളും ദുഃഖങ്ങളും രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പോൾ സമയമായിരിക്കുന്നു. ഞാൻ ഓരോ മുഖം മൂടിയും അഴിച്ചു മാറ്റും. ഈ കൊലപാതകം വെറും ഒരു വ്യക്തിയുടെ കൊലപാതകം മാത്രമല്ല, ഇതൊരു കഥയുടെ കൊലപാതകമാണ്. ആ കഥ ഞാൻ എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടും. ഞാൻ കണ്ണുകൾ അടച്ചു. പക്ഷേ എനിക്കുള്ളിലെ ജാഗ്രത ഉണർന്നിരുന്നു. രാവിലെയാകുമ്പോഴേക്കും ഞാൻ സത്യം വെളിപ്പെടുത്തുന്നതിലേക്ക് കൂടുതൽ അടുക്കും. രാവിലെ തണുത്ത കാറ്റും മഞ്ഞും നിറഞ്ഞിരുന്നു. ട്രെയിൻ ഇപ്പോഴും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. എല്ലാവരും അക്ഷമരായിരുന്നു. എന്നാൽ എനിക്ക് ഈ തടസ്സം ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ട്രെയിൻ ഓടിത്തുടങ്ങിയാൽ സത്യമൊരിക്കലും കൈപ്പിടിയിലാവില്ല. ചിതറിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് യോജിപ്പിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. തെളിവുകൾ എൻ്റെ പക്കലുണ്ട്.
കത്തി, യൂണിഫോം കഷ്ണം, ചുവന്ന ഡ്രസ്സിൻ്റെ ഭാഗം, ബട്ടൺ, പൈപ്പ് ക്ലീനർ. ചോദ്യം ഇതായിരുന്നു: ഈ സാധനങ്ങളെല്ലാം ആരെയാണ് രക്ഷിക്കുന്നത്? ആർക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്? ഞാൻ ഡോക്ടറെയും മോൺസിയാർ ബൂക്കിനെയും വിളിച്ചു പറഞ്ഞു. ഇന്ന് നമ്മൾ യാത്രക്കാരോട് അവസാനമായി വിശദമായി ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഓരോ വാക്കും ഭാവവും രേഖപ്പെടുത്താൻ. ആദ്യം ഞാൻ ഹെക്ടർ മക്വീനെ വിളിച്ചു. അയാൾ വളരെ പേടിച്ചാണ് വന്നത്. ഉറക്കമില്ലായ്മ അയാളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ഞാൻ നേരിട്ട് ചോദിച്ചു, മിസ്റ്റർ മക്വീൻ, നിങ്ങൾ രാജറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അയാളെ ഇഷ്ടമായിരുന്നില്ല എന്നാണ്. അയാൾ തല താഴ്ത്തി പറഞ്ഞു, സത്യം പറഞ്ഞാൽ അതെ, എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ലായിരുന്നു. അയാൾ ക്രൂരനായിരുന്നു, അത്യാഗ്രഹിയായിരുന്നു. മറ്റുള്ളവരുടെ വേദന അയാൾക്ക് ഒരു പ്രശ്നവുമല്ലായിരുന്നു. പക്ഷെ ഞാൻ അയാളെ കൊന്നിട്ടില്ല. ഞാൻ അയാളുടെ മുഖം ശ്രദ്ധിച്ചു. ശബ്ദത്തിൽ സത്യമുണ്ടായിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ പങ്കാളിയായിട്ട് ഇപ്പോൾ പശ്ചാത്തപിക്കുകയാണോ എന്നും സംശയമുണ്ട്. പിന്നെ ഹാർഡ്മാൻ വന്നു. അയാൾ തന്നെത്താൻ ഒരു ഡിറ്റക്റ്റീവാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആ രാത്രി നിങ്ങൾ ആരെയാണ് നിരീക്ഷിച്ചിരുന്നത്? അയാൾ പറഞ്ഞു, എനിക്ക് റാച്ചറ്റിന് സുരക്ഷ നൽകേണ്ടതായിരുന്നു, പക്ഷേ സംശയാസ്പദമായ ഒന്നും ഞാൻ കണ്ടില്ല. രാത്രി പുറത്തു നിന്നും ആരും ട്രെയിനിൽ നിന്നും കയറിയിട്ടില്ല, അതെനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഞാൻ പറഞ്ഞു, അപ്പോൾ അതിനർത്ഥം കൊലയാളി ഈ ട്രെയിനിൽ തന്നെ ഉണ്ടെന്നാണ്. അയാൾ നിശബ്ദനായി. അതിനുശേഷം ഗ്രേറ്റ ഓൾസൺ വന്നു. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ വീണ്ടും വീണ്ടും ആ കുഞ്ഞിനെ ഓർക്കുന്നു. അവൾ കളിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഞാൻ അവളുടെ കൂടെയുണ്ടായിരുന്നു. അവളുടെ മരണം എന്നെ തകർത്ത് കളഞ്ഞു. ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. അവരുടെ വേദന സത്യമായിരുന്നു. അവർ കൊലപാതകത്തിൽ പങ്കാളിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ ഹൃദയത്തിൽ റാച്ചറ്റിനോട് വലിയ വെറുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിസ്സിസ് ഹബ്ബാർഡിനെ വിളിച്ചു. അവർ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുറിയിലൂടെ ആരോ പോയി എന്ന്. നോക്കൂ, എൻ്റെ ബാഗിൽ രക്തം പുരണ്ട ഒരു തൂവാല എനിക്ക് കിട്ടി. ഇതെങ്ങനെ എൻ്റെ അടുത്ത് വന്നു? ആരോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ആ തൂവാല ശ്രദ്ധിച്ചു. അതിൽ എച്ച് എന്ന അടയാളം തുന്നിയിട്ടുണ്ടായിരുന്നു. ഇത് ഹബ്ബാർഡ് എന്നതുമാകാം, അതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ പേരായ ഹെലന ഹാംസ്ട്രോങ് എന്നതുമാകാം. ഞാൻ പറഞ്ഞു, മിസ്സിസ് ഹബ്ബാർഡ്, ഈ കേസ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ആഴമുള്ളതാണ്. ഈ തൂവാല ആരുടേതാണെന്ന് ഉടൻ തന്നെ നമുക്ക് മനസ്സിലാകും. അവരുടെ മുഖം ചുവന്നു, പക്ഷെ ഒന്നും പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ കേണൽ അർബത്ത് നോട്ടിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, കേണൽ, നിങ്ങൾ മിസ് എബൻഹാവുമായി വളരെ അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ വല്ല പഴയ ബന്ധമുണ്ടോ? അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊരു വ്യക്തിപരമായ കാര്യമാണ്. കൊലപാതകവുമായി ഇതിന് ഒരു ബന്ധവുമില്ല. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളാണ് വലിയ കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. അദ്ദേഹം എന്തോ ഒളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഇനി മിസ്സിസ് ഡെബൻഹാമിൻ്റെ ഊഴമായിരുന്നു. ഞാൻ ചോദിച്ചു, മിസ് ഡെബൻഹാം, അന്ന് രാത്രി നിങ്ങൾ എന്തോ പറഞ്ഞിരുന്നു, നമുക്ക് വൈകാൻ പാടില്ല എന്ന്. ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലെ എന്തോ ഭാരത്തിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചത്? അവർ ഒരു നിമിഷം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പതുക്കെ പറഞ്ഞു, എനിക്കൊന്നും പറയാൻ കഴിയില്ല. അവരുടെ നിശബ്ദത തന്നെയായിരുന്നു അവരുടെ മറുപടി. ഇനി ഒരേ ഒരു കണ്ണി മാത്രമേ ബാക്കിയുള്ളൂ, പ്രിൻസസ് ഡ്രാഗോമിറോവ്. ഞാൻ പറഞ്ഞു, മാഡം, നിങ്ങൾക്ക് ആംസ്ട്രോങ് കുടുംബത്തെ അറിയാമായിരുന്നു. ഈ കൊലപാതകത്തിൽ നിങ്ങൾക്ക് വല്ല പങ്കുമുണ്ടോ? അവർ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് പ്രായമായി, എൻ്റെ കൈകൾ വിറയ്ക്കുന്നു. പക്ഷേ അതെ, എൻ്റെ ഹൃദയം ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുന്നു. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യുമായിരുന്നു. എന്നാൽ ഇത്തവണ ഞാൻ കൈ ഉയർത്തിയില്ല. അവരുടെ കണ്ണുകളിൽ വിചിത്രമായൊരു തിളക്കമുണ്ടായിരുന്നു. താൻ ആരെയും തടഞ്ഞിട്ടില്ല എന്ന് അവർ സമ്മതിക്കുന്നത് പോലെ. ദിവസം കഴിയുമ്പോഴേക്കും ചിത്രം എനിക്ക് ഏകദേശം വ്യക്തമായിരുന്നു. ഈ കൊലപാതകം ഒരു കൈകൊണ്ട് ചെയ്തതല്ല, ഇതൊരു കോടതിയായിരുന്നു. അവിടെ ഓരോ വ്യക്തിയും സ്വന്തമായി നീതി നടപ്പാക്കി. രാത്രിയിൽ ഞാൻ ഡോക്ടറോടും മോൺസിയാർ ബൂക്കിനോടും പറഞ്ഞു, എനിക്കിപ്പോൾ സത്യമറിയാം. ഈ കുറ്റം 12 പേർ ചേർന്ന് ചെയ്തതാണ്. ഓരോരുത്തരും ഓരോ തവണ കുത്തി. അങ്ങനെ ആരുടെ മേലും കുറ്റം വരാതിരിക്കാൻ അവർ ശ്രമിച്ചു. എല്ലാവരും ചേർന്ന് തങ്ങളുടെ ഹൃദയത്തിലെ മുറിവ് ഉണക്കാൻ ശ്രമിച്ചതാണ്. ഡോക്ടർ നിശബ്ദനായി. മോൺസിയാർ ബൂക്ക് പറഞ്ഞു, പക്ഷേ പോയിറോട്ട്, നമ്മൾ പോലീസിനോട് എന്ത് പറയും? ട്രെയിൻ മുഴുവനും കുറ്റവാളികളാണെന്ന് പറയണോ? ഞാൻ പതുക്കെ പറഞ്ഞു, ചിലപ്പോൾ നീതി നിയമത്തിനപ്പുറമാണ്. സത്യം ഏത് രൂപത്തിൽ പറയണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ കോടതിയിൽ എന്ത് തീരുമാനമുണ്ടായി എന്ന് ലോകം അറിയേണ്ടതില്ലായിരിക്കാം. അന്ന് രാത്രി വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ട്രെയിൻ സമയം നിലച്ചതുപോലെ നിന്നു. ഓരോ യാത്രക്കാരും തങ്ങളുടെ കുറ്റം, ദുഃഖം, രഹസ്യം എന്നിവയിൽ തടവിലാണ്.
അടുത്ത ദിവസം രാവിലെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ സത്യം വെളിപ്പെടുത്തും. രാവിലെയായിരുന്നു അത്. ക്യാബിനുകളിൽ ചലനം കൂടി. സത്യം വെളിപ്പെടാൻ പോവുകയാണെന്ന് എല്ലാ യാത്രക്കാർക്കും അറിയാമായിരുന്നു. എല്ലാവരും അസ്വസ്ഥരായിരുന്നുവെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല. ഇന്ന് എല്ലാവരെയും ഒന്നിച്ച് ഡൈനിങ് കാറിൽ വിളിച്ച് രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതൊരു സാധാരണ കൊലപാതകമല്ല, ഇതൊരു കൂട്ടായ നീതി നിർവഹണമായിരുന്നു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഞാൻ ആ മുറി നോക്കി. പ്രിൻസസ് ഡാഗ്രോമിറോഫ് തൻ്റെ രാജകീയ ഭാവത്തിലിരിക്കുന്നു. കേണൽ അർബത്നോട്ട് കടുപ്പമേറിയ ഭാവത്തിൽ. മിസ് ഡെബൻഹാം ശാന്തയാണെങ്കിലും ഉള്ളിൽ ഭയപ്പെടുന്നു. മിസ്സിസ് ഹബ്ബാർഡ് എപ്പോഴും ഉള്ളതുപോലെ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എല്ലാവരോടും പറയുന്നു, ഈ കുറ്റകൃത്യത്തിൻ്റെ സത്യം ഞാനിന്ന് നിങ്ങളോട് പറയും. എന്നാൽ അതിനു മുമ്പ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇടയ്ക്ക് സംസാരിക്കരുത്. പുറത്തു നിന്നും ആരെങ്കിലും വന്നതാണോ എന്നതാണ്. എന്നാൽ പുറത്ത് അത്രയും മഞ്ഞായതുകൊണ്ട് ആർക്കും ട്രെയിനിലേക്ക് എത്താൻ കഴിയില്ല. അതിനർത്ഥം കൊലയാളി ഈ ട്രെയിനിൽ തന്നെയുണ്ടെന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഏതായുധം കൊണ്ടാണ് കൊലപ്പെടുത്തിയത്? രക്തം പുരണ്ട ഒരു കത്തി നമുക്ക് കിട്ടി. എന്നാൽ അത് വളരെ സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത്, ആർക്കും കാണാൻ കഴിയാത്ത വിധത്തിൽ. യൂണിഫോം കഷ്ണം, ചുവന്ന ഡ്രസ്സ്, പൈപ്പ് ക്ലീനർ, തൂവാല, ഇതെല്ലാം നമ്മളെ വഴിതിരിച്ചു വിടാൻ മനഃപൂർവ്വം ഇട്ടതാണ്. ഞാൻ നിർത്തി. എല്ലാവരെയും നോക്കി. ചിലരുടെ മുഖം കടുപ്പമേറിയതായി, ചിലർ വിളറി. ഞാൻ പറഞ്ഞു, ഇനി മൂന്നാമത്തെയും ഏറ്റവും വലിയതുമായ ചോദ്യം, റാച്ചറ്റ് ആരായിരുന്നു? അയാൾ ഒരു വലിയ കച്ചവടക്കാരനായാണ് അറിയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അയാളുടെ യഥാർത്ഥ പേര് കാസറ്റി എന്നായിരുന്നു. ആംസ്ട്രോങ് കുഞ്ഞിനെ കൊന്ന അതേ ക്രിമിനൽ. ലോകം അയാളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. ഇവിടെ ഈ ട്രെയിനിൽ ആ വ്യക്തി തന്നെയായിരുന്നു റാച്ചറ്റ്. ഇത് കേട്ടപ്പോൾ മുറിയിൽ ഒരു ചലനമുണ്ടായി. എല്ലാവരുടെയും കണ്ണുകളിൽ കണ്ണുനീരും ദേഷ്യവും വേദനയും നിറഞ്ഞു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഈ കൊലപാതകം പെട്ടെന്നുണ്ടായ ഒന്നല്ല, ഇതൊരു ആസൂത്രിതമായ തീരുമാനമായിരുന്നു. ഇതൊരാളുടെ പണിയല്ല, 12 പേർ ചേർന്നുള്ള കാര്യമായിരുന്നു. ഓരോരുത്തരും ഓരോ തവണ കുത്തി, ആരുടെ മേലിലും കുറ്റം വരാതിരിക്കാൻ. റാച്ചറ്റിന്റെ ശരീരത്തിലെ 12 വ്യത്യസ്ത മുറിവുകൾ ഇതിന് തെളിവാണ്. മിസ്സിസ് ഹബ്ബാർഡ് പെട്ടെന്ന് എഴുന്നേറ്റു. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അതെ, ഇത് സത്യമാണ്. നിയമത്തിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വയം നീതി നടപ്പാക്കി. അവരുടെ വേദന സത്യമായിരുന്നു. ഞാൻ പറഞ്ഞു, മിസ്സിസ് ഹബ്ബാർഡ്, നിങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഓരോരുത്തരും ആ വേദന അനുഭവിച്ചവരാണ്. മുറിയിൽ നിശബ്ദതയായിരുന്നു. ആരും നിഷേധിച്ചില്ല. ഡോക്ടർ ചോദിച്ചു, ഇനി എന്ത് സംഭവിക്കും? നിങ്ങൾ ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുമോ? ഞാൻ ദീർഘശ്വാസം എടുത്തു. ഇവിടെ 2 വഴികളുണ്ട്. ഒന്ന്, സത്യം പോലീസിനോട് പറയുക. 2, ഏതോ ഒരു അപരിചിതൻ ട്രെയിനിൽ കയറി കൊലപാതകം നടത്തി മഞ്ഞിൽ മറഞ്ഞു എന്ന് നുണ പറയുക. ഒന്നാമത്തേത് സത്യമാണ്, രണ്ടാമത്തേത് നുണയാണ്. എന്നാൽ ചിലപ്പോൾ സത്യത്തേക്കാൾ വലിയ നീതി നുണയിൽ ഒളിഞ്ഞിരിക്കും. മോൺസിയാർ ബൂക്ക് ചോദിച്ചു, പേരോട്ട്, നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? ഞാൻ എല്ലാവരെയും നോക്കി. ആ കുഞ്ഞിൻ്റെ വേദനയുടെ സാക്ഷികളായിരുന്നു എല്ലാവരും. ഞാൻ പതുക്കെ പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ ശാന്തി കിട്ടുന്ന വഴി ഞാൻ തിരഞ്ഞെടുക്കും. പോലീസിനോട് ഞാൻ പറയും, ഇതൊരു അപരിചിതൻ ചെയ്തതാണെന്ന്. നിങ്ങൾ കുറ്റവാളികളല്ല, കാരണം യഥാർത്ഥ കുറ്റവാളി റാച്ചറ്റായിരുന്നു. മുറിയിൽ പെട്ടെന്നൊരു വലിയ ഭാരം ഒഴിഞ്ഞുപോയി. എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷ കണ്ണുനീരുണ്ടായിരുന്നു. ട്രെയിൻ പതുക്കെ മുന്നോട്ട് നീങ്ങി. പുറത്തു മഞ്ഞ് ഉരുകാൻ തുടങ്ങിയിരുന്നു. സത്യത്തിൻ്റെ വെളിച്ചം പതുക്കെ ഇരുട്ടിനെ മാറ്റുന്നതുപോലെ തോന്നി. ഞാൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി ചിന്തിച്ചു, മനുഷ്യൻ ചിലപ്പോൾ നിയമത്തിൻ്റെ അപ്പുറം പോയും നീതി നടപ്പാക്കും. ഈ രഹസ്യം ഇവിടെ തന്നെ അവസാനിക്കും. പക്ഷേ ഈ സംഭവം എന്നും എൻ്റെ ഉള്ളിലുണ്ടാകും. 12 പേരുടെ നീതിക്കായുള്ള യാത്ര, ഒരു കുഞ്ഞിൻ്റെ ഓർമ്മ, ഇതെല്ലാം ഇപ്പോൾ ഒരു വിലപ്പെട്ട ഓർമ്മയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, ഇതായിരുന്നു ആ ചെറിയ കഥ. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ബൈ.